ബിലോങ് എ ജേർണി ഓഫ് ലവ്. സോണിയാഗാന്ധി തന്റെ ഓർമ്മക്കുറിപ്പുകൾക്കിട്ടിരിക്കുന്ന പേരാണിത്. ഈ വർഷം നവംബറിൽ പുസ്തകം പുറത്തിറങ്ങും. വായനക്കാരും കോൺഗ്രസ് പ്രവർത്തകരും കാത്തിരിക്കുകയാണ് ഓർമ്മക്കുറിപ്പുകൾ വായിക്കാൻ. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ വളർച്ചയും തളർച്ചയുമെല്ലാം തന്റെ കോണിൽ നിന്നും സോണിയാഗാന്ധി പങ്കുവയ്ക്കുന്നുണ്ട്. വിദേശ രാജ്യത്ത് ജനിച്ച് പിന്നീട് നെഹ്റു കുടുംബത്തിന്റെ ഭാഗമായി പിന്നീട് അവിചാരിതമായി കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ തലപ്പത്തേക്കും നടന്നുകയറിയ സോണിയാഗാന്ധിയുടെ ജീവിതകഥ ആരെയും അമ്പരപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിലെ നെഹ്റു കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചെത്തിയതും വ്യക്തിപരമായ നഷ്ടങ്ങളും രാഷ്ട്രീയ പ്രവേശനവും പ്രധാനമന്ത്രി പദം നിരസിച്ച തീരുമാനവുമെല്ലാം സോണിയാഗാന്ധി പങ്കുവയ്ക്കുന്നുണ്ട്. ഇറ്റലിയിലെ തന്റെ ബാല്യകാലം മുതൽ നെഹ്റു ഗാന്ധി കുടുംബത്തിലേക്കുള്ള വിവാഹം, രാഷ്ട്രീയ പ്രവേശനം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം നിരസിക്കാനുള്ള തീരുമാനം വരെയുള്ള കാര്യങ്ങൾ സോണിയാഗാന്ധി പുസ്തകത്തിലൂടെ വായനക്കാരുമായി പങ്കുവയ്ക്കുന്നുണ്ട്. 1965 കേംബ്രിഡ്ജിൽ വെച്ച് 19-ാം വയസ്സിൽ രാജീവ് ഗാന്ധിയെ കണ്ടുമുട്ടിയതു മുതലുള്ള പ്രണയകാലവും ഈ പുസ്തകത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇന്ത്യയിലെത്തിയ ശേഷം സാരി ധരിക്കാൻ ശീലിച്ചതും ഹിന്ദി ഭാഷ പഠിച്ചതും ഇന്ത്യൻ ഭക്ഷണ രീതികൾ സ്വായത്തമാക്കിയതുമായ കാര്യങ്ങൾ സോണിയ പുസ്തകത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട്. രാജീവ് ഗാന്ധി ഒരു കൊമേഴ്ഷ്യൽ പൈലറ്റായി ജോലി ചെയ്തിരുന്ന കാലവും പ്രധാനമന്ത്രിയുടെ വസതിയിൽ തങ്ങളുടെ മക്കളെ വളർത്തിയതും പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. 1980 സഞ്ജയ് ഗാന്ധിയുടെ മരണം കുടുംബത്തിൽ ആഘാതം സൃഷ്ടിച്ചതും അതിനുശേഷം 1984 ഇന്ദിരാഗാന്ധി സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റ് മരിച്ചതും തുടർന്ന് രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഒട്ടും താല്പര്യമില്ലാതിരുന്ന രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയതും ജീവിതത്തെ മാറ്റിമറിച്ചതായി സോണിയാഗാന്ധി എഴുതുന്നുണ്ട്. 1991 തമിഴ്നാട്ടിൽ വെച്ച് LTTE ചാവേർ ആക്രമണത്തിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതോടെ തന്റെ ജീവിതം തകിടം മറിഞ്ഞതായും അവർ വിവരിക്കുന്നുണ്ട്. ഹൃദയവേദനയും വലിയ നഷ്ടങ്ങളുമാണ് തന്നെ രാഷ്ട്രീയത്തിന്റെ പുതുമധ്യത്തിലേക്ക് എത്തിച്ചതെന്നും അതുവരെ തന്റെ സ്വകാര്യത കാത്തുസൂക്ഷിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും സോണിയാഗാന്ധി പറയുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവിയിലിരുന്ന വ്യക്തി എന്ന നിലയിലുള്ള തന്റെ രാഷ്ട്രീയ അനുഭവങ്ങളും 2004 പ്രധാനമന്ത്രി പദം നിരസിക്കാനുള്ള തന്റെ തീരുമാനത്തിന് പിന്നിലെ കാരണങ്ങളും അവർ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. എന്റെ കുടുംബത്തെക്കുറിച്ച് ഒരുപാട് എഴുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവരുടെ നടപടികൾക്കും തീരുമാനങ്ങൾക്കും പിന്നിലെ സത്യത്തിലേക്കും കാരണങ്ങളിലേക്കും മനുഷ്യസഹജമായ വീഴ്ചകളിലേക്കും കടന്നു ചെല്ലാൻ കഴിഞ്ഞ ആഖ്യാനങ്ങൾ നന്നേ കുറവാണ്. പലതരത്തിലും ഈ പുസ്തകം അവരുടെ മനുഷ്യത്വത്തിനുള്ള ആദരമാണ്. 6 പതിറ്റാണ്ടുകളായി സാക്ഷിയായ സാമൂഹികവും രാഷ്ട്രീയവുമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടും പുസ്തകം വായനക്കാർക്ക് നൽകുമെന്നും സോണിയാഗാന്ധി പറഞ്ഞു. പുസ്തകരചന പൂർത്തിയാക്കിയതിനു പിന്നാലെ സോണിയാഗാന്ധി പങ്കുവച്ച കുറിപ്പിൽ ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. ഹൃദയവേദനയും നഷ്ടങ്ങളുമാണ് എന്നെ പൊതുപ്രവർത്തനത്തിന്റെ ലോകത്തേക്ക് തള്ളിവിട്ടത്. അതുവരെ ഞാൻ എന്റെ സ്വകാര്യത കർശനമായി കാത്തുസൂക്ഷിച്ചിരുന്നു. ജീവിതത്തെക്കുറിച്ച് എഴുതുന്നത് എളുപ്പമായിരുന്നില്ലെന്നും വർഷങ്ങളായി ഉള്ളിൽ സൂക്ഷിച്ചിരുന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കേണ്ടി വന്നെന്നും സോണിയ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ കോൺഗ്രസ് തകർന്നു നിൽക്കുന്ന സമയത്ത് പുറത്തിറങ്ങുന്ന പുസ്തകം കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ ഉത്തേജനമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല.